വാടക ഹെലികോപ്റ്ററിന്റെ വിവരങ്ങൾ മറച്ചുവെച്ച സംസ്ഥാന സർക്കാരിലേക്കാണ്. വാടകയ്ക്കെടുത്തതിന്റെ ചെലവ് സംബന്ധിച്ചും കരാർ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പുറത്തുവിടാൻ കഴിയില്ലെന്നാണ് വിവരാവകാശ അപേക്ഷയിൽ ആഭ്യന്തര വകുപ്പിന്റെ നിലപാട്. LDF സർക്കാരിന്റെ കാലത്ത് ഹെലികോപ്റ്ററിന്റെ വാടക ഇനത്തിൽ ചെലവായതിന്റെ കണക്ക് പുറത്തുവിട്ടിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി VD സതീശന്റെ ഹെലികോപ്റ്റർ യാത്ര വിവാദമായതിനു പിന്നാലെയാണ് വിവരങ്ങൾ രഹസ്യമാക്കി വെക്കുന്ന ഒരു നിലപാട് UDF സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ഉമേഷ് തയ്യാറായിട്ടുണ്ട് നമ്മളോടൊപ്പം. ഉമേഷ്, ഗുഡ് മോർണിംഗ്. എല്ലാം അങ്ങ് ദുരൂഹതയാണല്ലേ? നിക്ഷേപകനെ കാണാൻ പോയി എന്ന് പറയുമ്പോൾ ഏതാണ് നിക്ഷേപകൻ എന്ന് ചോദിച്ചാൽ അത് രഹസ്യ കൂടിക്കാഴ്ചയായിരുന്നു, പറയാൻ പറ്റില്ല എന്ന്. പറത്തിയ ഹെലികോപ്റ്ററിന്റെ വാടക ചോദിച്ചാൽ അതും പുറത്തുവിടാൻ പറ്റുന്നില്ല. UDF സർക്കാരിൽ ആകെ മൊത്തം ഒരു ദുരൂഹതയും ഈ രഹസ്യങ്ങളും ഒക്കെയാണല്ലോ അല്ലേ? സിന്ധൂരി, ഗുഡ് മോർണിംഗ്. ഈ മുഖ്യമന്ത്രി VD സതീശൻ്റെ ഹെലികോപ്റ്റർ യാത്ര ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവാദമായിരുന്നു. അദ്ദേഹം സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയാണ് ഈ ഹെലികോപ്റ്റർ പറത്തിയത് എന്ന ചർച്ചയാണ് സമൂഹത്തിൽ ഉയർന്നു വന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിവരാവകാശ അപേക്ഷയ്ക്കുള്ള മറുപടിയിൽ എന്താണ് UDF സർക്കാരിൻ്റെ നിലപാട് എന്നുള്ള കാര്യം വ്യക്തമാകുന്നത്. അതായത് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ വാടക ഹെലികോപ്റ്റർ, സർക്കാരിൻ്റെ വാടക ഹെലികോപ്റ്റർ, അത് സംബന്ധിച്ച വിശദാംശങ്ങളൊന്നും തന്നെ നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ UDF സർക്കാരിൻ്റെ നിലപാട്. ഇത് എന്തോ രഹസ്യമായ കാര്യങ്ങളാണ് എന്ന തരത്തിലാണ് ഈ വിവരാവകാശ അപേക്ഷകന് പോലീസ് ആസ്ഥാനത്ത് നിന്ന് നൽകിയിരിക്കുന്ന മറുപടി. എന്നാൽ മുൻപ് ഇത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. ഈ ഹെലികോപ്റ്റർ ഏത് കമ്പനിയിൽ നിന്നാണ് വാടകയ്ക്ക് നൽകുന്നത്, എന്നുവരെയൊക്കെയാണ് കരാറുള്ളത്, ഏതൊക്കെ ആവശ്യത്തിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഇതിന് എത്ര തുക ചെലവായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിട്ടുള്ളതാണ്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് തന്നെ സമാന രീതിയിലുള്ളൊരു വിവരാവകാശ അപേക്ഷ വരികയും അതിന് മറുപടി നൽകുകയും ചെയ്തതാണ്. പക്ഷേ സർക്കാർ മാറിയതോടെ ഇതെല്ലാം രഹസ്യമാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ നിലപാട് എന്നുള്ളതാണ്. അതിന് കാരണം ഈ വിവരാവകാശ അപേക്ഷകർ തന്നെ പറയുന്നത് മുഖ്യമന്ത്രി VD സതീശൻ്റെ ഹെലികോപ്റ്റർ യാത്ര വിവാദമാവുകയും അത് ഏതൊക്കെ കാര്യത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഈ ഏറ്റവും ഒടുവിലൊക്കെ ഹെലികോപ്റ്റർ പറത്തിയത് എങ്ങോട്ടേക്കൊക്കെയാണ് തുടങ്ങിയ വിവരങ്ങളൊക്കെ നൽകേണ്ടി വരും, അല്ലെങ്കിൽ അത് വീണ്ടും ഒരു ചർച്ചയായി മാറും എന്ന ഭയമാണ് ഈ വിവരങ്ങൾ നൽകുന്നതിൽ നിന്ന് സർക്കാരിനെ പിന്തിരിപ്പിക്കുന്നത് എന്നുള്ളതാണ് വിവരാവകാശ അപേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വിവരങ്ങൾ നൽകാൻ എന്താണ് ഇത്ര മടി എന്നാണ് ചോദിക്കുന്നത്. ഇതിപ്പോൾ ഈ പുതിയ വിവരാവകാശ അപേക്ഷയിൽ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഹെലികോപ്റ്റർ എന്നാണ് വാടകയ്ക്ക് എടുത്തത്, അത് ഉത്തരം നൽകാൻ ഒരു പ്രയാസമുള്ള ചോദ്യമല്ല. പ്രതിമാസം എത്ര രൂപയാണ് വാടകയ്ക്ക് എടുത്ത് അന്ന് മുതൽ വരെ ആകെ എത്ര രൂപ വാടക ഇനത്തിൽ നൽകിയിട്ടുണ്ട്, ഏത് കമ്പനിയാണ് ഹെലികോപ്റ്റർ വാടകയ്ക്ക് നൽകിയിട്ടുള്ളത്, നിലവിലെ കമ്പനിയുമായുള്ള കരാർ എന്നാണ് അവസാനിക്കുന്നത്, വാടക കരാറിൻ്റെ കോപ്പി ലഭ്യമാക്കുക. ഏറ്റവും പ്രധാന ചോദ്യം 7ാമത്തെ ചോദ്യമാണ്. ആശുപത്രികളിൽ അവയവ കൈമാറ്റത്തിന് എത്ര തവണ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്, ഏതൊക്കെ തീയതികളിലാണ് ഉപയോഗിച്ചത്. ഇത്തരം 7 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വിവരാവകാശ അപേക്ഷയാണ് ആഭ്യന്തര വകുപ്പ് തള്ളിയിരിക്കുന്നത്. ഈ 7 ചോദ്യത്തിന് മറുപടി നൽകാൻ കഴിയില്ല എന്നാണ് അപേക്ഷകന് ലഭിച്ചിരിക്കുന്ന മറുപടി. ഇത് പോലീസിൻ്റെ രഹസ്യാത്മക വിഭാഗത്തിൽ പെടുന്നതാണ്, അതുകൊണ്ട് മറുപടി നൽകാൻ കഴിയില്ല എന്നൊക്കെയാണ് ഉന്നയിച്ചിരിക്കുന്ന വാദം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെന്താണ് രഹസ്യാത്മകത എന്നുള്ളത് സർക്കാർ തന്നെയാണ് വെളിപ്പെടുത്തേണ്ടത്. കാരണം ഈ അവയവ കൈമാറ്റം സംബന്ധിച്ചൊക്കെ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് 10ലധികം തവണ വിവിധ ഇടങ്ങളിൽ നിന്ന് അവയവവുമായി ഈ ഹെലികോപ്റ്റർ പറന്നെത്തുന്നതൊക്കെ നിരവധി തവണ അന്ന് കേരളം കണ്ടതാണ്. ഒട്ടേറെ പേർക്ക് പുതുജീവൻ നൽകാൻ ഈ ഹെലികോപ്റ്റർ അതിൻ്റെ ഭാഗമായതാണ്. അങ്ങനെ ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൂടാതെ പ്രളയകാലത്ത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. ഓഖി ദുരന്ത സമയത്ത് ഇത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഔദ്യോഗിക ആവശ്യത്തിന് മാത്രം ആണ് ഇതുവരെയും ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അങ്ങനെയല്ലാതെ ഒരു യാത്ര മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അതിനുകൂടി മറുപടി നൽകേണ്ട സാഹചര്യം നിലവിലെ സർക്കാരിന് മുൻപിലുണ്ട്. ഒരുപക്ഷെ അതുതന്നെ ആയിരിക്കാം സർക്കാരിന് ഈ മറുപടി നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഒപ്പം അന്ന് ഇപ്പോൾ ഈ അവയവ കൈമാറ്റത്തിനൊക്കെ എത്ര തവണ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നൽകിയാൽ അതെല്ലാം LDF സർക്കാരിൻ്റെ കാലത്താണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അത് വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തലായി മാറുകയും ചെയ്യും. അത് തടയുക എന്ന ലക്ഷ്യം കൂടി ഇപ്പോൾ ഈ പോലീസിൻ്റെ നിലപാട് മാറ്റത്തിന് പിന്നിലുണ്ടോ എന്ന് തന്നെ സംശയിക്കേണ്ടി വരുന്നു. ഏതായാലും വളരെ ഫലപ്രദമായി തന്നെ വാടക ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുള്ളതാണ്
അത് ധൂർത്താണ് എന്നൊക്കെയാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ആക്ഷേപിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നുള്ളത് ഈ വിവരാവകാശ അപേക്ഷയ്ക്ക് മറുപടി നൽകിയാൽ അതിൽ നിന്ന് തന്നെ വ്യക്തമാവും. അപ്പോൾ ആ മറുപടി നൽകാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് സർക്കാരിനുള്ള പോംവഴി. അതുകൊണ്ട് അവർ ആ നിലപാട് സ്വീകരിച്ചു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. സിന്ധു. ശരി ഉമേഷ്.